ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നൊരു വൃത്തിയാക്കൽ ഡേയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ മുറ്റത്ത് നിറച്ചും അഴുക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ അടിച്ചു വരാറുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട്. പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഇങ്ങനെ കാടും പള്ളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാനവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ കുക്കറിൽ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ പരിപാടി ഉള്ളത് നമുക്ക് നേരെ പോയി കുളിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം രാവിലെ നേരം ഒരു 6:30 ആയപ്പോൾ തന്നെ ആയിരുന്നു കേട്ടോ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റുണ്ടായിരുന്നു. തലേദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് പറയണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന തറവാട് വീട് എന്ന് പറയണത്. നല്ല അടിപൊളി വീടാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ അതിങ്ങനെ ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ തറവാട് വീടാണ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പുറത്തേക്ക് പോകാനോ എന്തെങ്കിലും പരിപാടി അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു ദിവസം മാത്രമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഇടാൻ വേണ്ടി പോയപ്പോൾ ഇത് നല്ല മുല്ലപ്പൂ കണ്ടായിരുന്നു. ഇതിപ്പോൾ നാടൻ മുല്ലല്ല കേട്ടോ, ഇത് കാട്ടുമുല്ലയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണിൽ പെടുന്ന സമയത്തൊക്കെ ഞാൻ പറിച്ചിട്ട് മുല്ലപ്പൂ കോർക്കാറുണ്ട്. പക്ഷെ നമുക്ക് അത്ര നീളത്തിലേക്ക് കോർക്കാൻ മാത്രം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറെ തുളസി ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ മിക്സാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രാവിലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിലേക്ക് പോകാനായിട്ടൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകട്ടെ എന്ന്. പിന്നെ വീടിൻ്റെ മുറ്റത്ത് നിറച്ചും തുളസിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഈ തുളസി ഇപ്പോൾ കാണുന്ന സമയത്ത് പണ്ടത്തെ ഓർമ്മയാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് ഈ തറവാട്ട് വീട്ടിലൊക്കെ നമുക്കിങ്ങനെ മെൻസസ് ആകുമ്പോൾ, അതായത് പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മളെ തുളസി ഒന്നും തൊടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തുളസി വാടിപ്പോകുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോഴാണെങ്കിൽ വീട് മുറ്റത്ത് നിറച്ചും തുളസിയാണ്. ശരിക്കും ഈ തുളസിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ തുളസിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഒരു പിടി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പൂ കോർക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തും കൂടി മിക്സാക്കി വെക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കോർക്കാമെന്നൊക്കെ വിചാരിച്ചു. എവിടെയെങ്കിലും പോവാനൊക്കെ ഉണ്ടെങ്കിൽ നാടൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുല്ലപ്പൂവും ഇത് വെച്ചിട്ട് നമുക്ക് പോവായിരുന്നു. പക്ഷെ എവിടെയും പോകാനൊന്നുമില്ല, നമുക്ക് വെറുതെ വീട്ടിൽ കോർത്ത് ഇങ്ങനെ ഇരിക്കാം. ഞാൻ ആദ്യം എഴുന്നേറ്റ സമയം തന്നെ ഞാൻ വെളുപ്പിനെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറ്, അതിന് 4 കൂട്ടം കറി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരൊറ്റ ഫുഡ് ഉണ്ടാവുള്ളൂ. അത് ഉച്ചയല്ല രാവിലെ അല്ലാത്ത രീതിയിലാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനൊരു 12 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ മുല്ലപ്പൂ കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കോർത്തത്. കോർത്ത ഇടയ്ക്ക് നൂലിൽ നിന്നാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോയി. നിങ്ങൾക്കത് ഒരെണ്ണം കാണാൻ പറ്റും. അത് ഒന്നും കൂടി നന്നായിട്ട് വലിക്കണമായിരുന്നു കേട്ടോ. ഞാൻ മെഷീൻ നൂല് വെച്ചിട്ടാണ് ഇത് കോർത്തിട്ടുള്ളത്. ശരിക്കും ഈ മുല്ലപ്പൂ കോർക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കനകാമ്പര പൂവില്ലേ, ഒരു ഓറഞ്ച് കളറിലെ പൂവ്, അതൊക്കെ കോർത്തിട്ടാണ് ഞാൻ സ്കൂളിൽ തല വെച്ച് പോകാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോർക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ രാവിലെ ഫ്രഷ് ആയതിന് ശേഷം മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കണ്ണൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ പോയി കണ്ണ് എഴുതുകയാണ് കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടു. ഇനി നമ്മളൊരു ചന്ദനത്തിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ചന്ദനമൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി തൊട്ടു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. അടിച്ച് വാരിയപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇന്ന് ഡെയിലി ഫുൾ വ്ളോഗ് ഇടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ സൈഡായി പോയി. നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സൈഡായി പോയിട്ടാ. അപ്പോൾ അത് കാരണം ഉച്ച വരെയുള്ള വീഡിയോ ഉള്ളൂ. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് വെച്ച് കഴിഞ്ഞാൽ മുതിരയും ചോറും കൂടിയാണ് മിക്സാക്കിയിട്ട് ഉള്ള ചോറാണ്. അത് ഞാൻ പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് മുട്ട ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ മുട്ടയും കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.